വൺസ് അഗൈൻ സുൽത്താൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഫാന്റസിയുടെ ഒരു ലോകത്ത് പോയാലോ? ഡ്രാഗനും മറ്റനേകം ജീവികളും ചതിയും വഞ്ചനയും മാജിക്കും എല്ലാം നിറഞ്ഞൊരു ലോകം. ഈ സിനിമയിലെ മെയിൻ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ നായകന്റെ മകളെ രക്ഷിക്കുന്നതാണ്. എന്നാൽ അതുമാത്രമല്ല, അത് കൂടാതെ സിനിമയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. വലിയ ചതികൾ, മന്ത്രതന്ത്രങ്ങൾ, അതിലൂടെ ലോകം തന്നെ കാൽ കീഴിലാക്കാൻ നോക്കുന്ന കുറെ ദുർമന്ത്രവാദികൾ, അങ്ങനെ പലതും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ 2023 പുറത്തിറങ്ങിയ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഹോണർ അമോങ് തീംസ് എന്ന ഒരു അടിപൊളി ആക്ഷൻ ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ്. ഈ സിനിമയുടെ ഒരു വലിയ പ്രത്യേകതയാണ്, ഇത് നമ്മളെ ബോറടിപ്പിക്കില്ല. സിനിമ അവസാനം തീരുന്ന നിമിഷം വരെ ത്രില്ലടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ സിനിമ മലയാളത്തിൽ അങ്ങനെ ആരും എക്സ്പ്ലനേഷൻ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ സിനിമയെ കുറിച്ച് മലയാളത്തിൽ ഒരുപാട് റിവ്യൂസ് ഉണ്ട്, പക്ഷെ എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങനെ കണ്ടില്ല. അങ്ങനെ മലയാളത്തിൽ ആരും ചെയ്യാത്ത ഫാന്റസി സിനിമ തപ്പി അവസാനം കിട്ടിയ ഒരു മുതലാണിത്. എന്തായാലും നിങ്ങൾക്ക് ഇത് അടിപൊളി എക്സ്പീരിയൻസ് നൽകുന്ന ഒരു വെറുത്ത സിനിമയായിരിക്കും. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരെല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ സിനിമയെ മനസ്സുകൊണ്ട് കാണാൻ നോക്കാം. ഒരുപാട് മഞ്ഞ് വീഴുന്ന വഴിയിലൂടെ ഒരു കുതിരവണ്ടി പോകുന്നു. ഈ പോകുന്നത് ഒരു വലിയ ജയിലിലേക്കാണ്. അത്യാവശ്യം ഏതു ഭയങ്കരനും ചാടി കടക്കാൻ പറ്റാത്തൊരു ജയിൽ. അവിടേക്ക് ദേഹം മുഴുവൻ ചങ്ങലയിട്ടാണ് ഈ ചോരുത്തനെ കൊണ്ടുവരുന്നത്. അയാളെ കണ്ട് അവിടെ സെല്ലിലുള്ള മറ്റു ആൾക്കാരും ജീവികളും ഒക്കെ പേടിക്കുന്നുണ്ട്. അത്രയും ഭയങ്കരനായ ഒരു മൃഗമനുഷ്യൻ. ഇയാളെ ഒരു സെല്ലിലാക്കി കഴിഞ്ഞ് പടയാളികൾ അവിടെ നിന്ന് പോകും. ഈ മൃഗമനുഷ്യൻ ഇപ്പം നിൽക്കുന്ന സെല്ലിൽ രണ്ടുപേര് നേരത്തെ തന്നെ ഉണ്ട്. ഒന്ന് നമ്മുടെ ഹീറോയും പിന്നെ ഹീറോയുടെ കൂട്ടുകാരി ഹോൾഗെ. ഒരുപക്ഷെ ഈ സിനിമയിലെ ഹീറോയിൻ തന്നെ അവളാണ്. അത്രയും ഒരു അടിപൊളി ക്യാരക്ടറാണ് അവളുടെ. അങ്ങനെ എല്ലാവരും കണ്ട് പേടിക്കുന്ന മൃഗമനുഷ്യനെ ഹീറോയും ഹോൾഗയും കണ്ട് ഒരു പേടിയില്ലാതെ കൂളായിരിക്കും. ഹീറോ പുതിയ സെൽമേറ്റിനെ വെൽക്കം ചെയ്ത് അകത്തേക്ക് വിളിക്കും. ഹോൾഗ എന്തോ ഭയങ്കര സമാധാനത്തിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൃഗമനുഷ്യൻ ഞാൻ ഇതുവരെ ഒരു പെണ്ണിനോട് കൂടെ ജയിലിൽ കിടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവളോട് പഞ്ചാര അടിക്കാൻ ചെല്ലും. ഹീറോ അയാളോട് പറയുന്നുണ്ട്, അവള് നീ വിചാരിക്കുന്ന പോലെ ആളൊന്നുമല്ല, വെറുതെ ഓരോന്ന് പറഞ്ഞ് പോണ്ടാന്ന്. മൃഗമനുഷ്യൻ അതൊന്നും കേൾക്കാതെ നമ്മുടെ പെണ്ണിനോട് സൊറ പറഞ്ഞ് അവളുടെ ദേഹത്ത് കൈവെക്കുന്നത് മാത്രം അയാൾക്ക് ഓർമ്മയുണ്ട്. ഹോൾഗ അവന്റെ രണ്ടു കാലം ഒരൊറ്റ ചവിട്ടിന് ഒടിച്ച് തലയും പിടിച്ചിടിച്ച് അവിടെ എടുത്തിടും. അവളോട് വെറുതെ കളിക്കരുതെന്ന് ഹീറോ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഹോൾഗ ഭയങ്കര ധൈര്യമുള്ള ഒരു പോരാളിയാണ്. ഹീറോയും ഹോൾഗയും ഭയങ്കര കൂട്ടുകാരാണ്. അടുത്ത സീനിൽ ഹീറോയും ഹോൾഗയും പുറത്ത് പണിയെടുക്കുന്ന സമയം നാളെ അവരുടെ ജഡ്ജ്മെന്റ് ഡേ ആണ്. വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് ഹോൾഗ പറയും. എന്നാൽ ഹീറോയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ജൊനാഥൻ നാളെ അവരുടെ കൂടെ ഉണ്ടാകും. അവൻ നമ്മൾ ഇവിടുന്ന് രക്ഷിക്കുമെന്ന് പറയും. ജൊനാഥൻ ആരെന്ന് വെച്ചാൽ മനുഷ്യനും പക്ഷിയും ചേർന്ന ഒരു വർഗം. ഈ ജഡ്ജ്മെന്റ് ഡേക്ക് അവരുടെ കൗൺസിലിംഗ് കൂട്ടത്തിലുള്ള ഒരാളാണ്. അടുത്ത ദിവസമായി രണ്ടുപേരെയും പരോൾ ബോർഡ് മുന്നിലേക്ക് കൊണ്ടുവരും. അവിടെ നോക്കുമ്പോൾ ജൊനാഥൻ ഇല്ല. അവൻ എവിടെ പോകുമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൻ വരാൻ താമസിക്കും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയും. ഹീറോയ്ക്ക് അവനിലായിരുന്നു പ്രതീക്ഷ. ഇപ്പൊ അവൻ വന്നിട്ടില്ല. ബാക്കി ആൾക്കാരൊക്കെയും ചൂടായി ഇതിന്റെ കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ ഹീറോ ചെയ്ത കുറ്റങ്ങളും കാര്യങ്ങളൊക്കെയും പറയും. ഹീറോ ഈ ജയിലിലാകാൻ കാരണം തന്നെ ഒരു ചതിയാണ്. അപ്പോൾ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ പറയും. ഹീറോ ഹാർപ്പേഴ്സ് ഗാങ്ങിലെ ഒരാളാണ്, അതായത് അനീതിക്കെതിരെ പോരാടുന്ന കൂട്ടം. അങ്ങനെ ഒരു നാൾ ഹീറോയും കൂട്ടരും തയാൻ റെഡ് വിസാർഡിനെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഒരു ദിവസം പ്രതികാരമായി എന്റെ ഭാര്യ അവർ കൊന്നു. അതും അവരുടെ റെഡ് വിസാർഡിന്റെ കത്തി കൊണ്ട്. ഒരാൾക്കും അതിനെ സുഖപ്പെടുത്താൻ കഴിയില്ല. ഭാര്യ മരിച്ചു കഴിഞ്ഞ് ഹീറോ ഈ ഹാർപ്പേഴ്സ് ഗാങ്ങിലെ പരിപാടിയെല്ലാം വിടും. ഹീറോയുടെ ഭാര്യ മരിക്കുന്നതിന് മുന്നേ അവരുടെ കുഞ്ഞിനെ അവരുടെ ഒളിപ്പിക്കും. ഹീറോ വന്ന് അവിടെ നിന്ന് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞ് കുറച്ചു നാൾക്ക് ശേഷം ഭാര്യ മരിച്ച സങ്കടത്തിൽ മദ്യപിച്ച് ബോധമില്ലാത്ത കള്ള് ഷാപ്പിൽ കിടക്കുമ്പോഴാണ് നമ്മുടെ ഹോൾഗയെ കണ്ടുമുട്ടുന്നത്. ഹോൾഗയ്ക്ക് ഹീറോയുടെ കുഞ്ഞിനെ കണ്ട് സഹതാപം തോന്നി അവരുടെ കൂടെ കൂടും. ഹോൾഗ മറ്റൊരു ഗോത്രത്തിൽ ഒരാളെ പ്രണയിച്ചത് കൊണ്ട് അവരുടെ ഗോത്രത്തിൽ നിന്നും അവളെ പുറത്താക്കിയതാണ്. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹീറോയുടെ കുഞ്ഞുമായി ഹോൾഗ ഭയങ്കര സ്നേഹത്തിലാവും. കൂടാതെ ഹീറോയും ഹോൾഗയും സഹോദരൻ എന്ന പോലെ ബഹുമാനം വിശ്വാസമുള്ള ഒരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കും. ഇവരുടെ കയ്യിൽ പണമില്ലാതെ വന്ന സമയം മാന്ത്രിക കല്ല്, സ്വർണം അങ്ങനെയുള്ളതെല്ലാം കൊള്ളയടിക്കാൻ തുടങ്ങി. അതിലൊന്നൊരു കല്ല് വെച്ച മാല ഹീറോ മോളെ അണിയിക്കും. ഹീറോയുടെ മോളുടെ പേരാണ് കിര. അവൾ ആ മാലയിലെ കല്ല് തൊടുമ്പോൾ തന്നെ കുട്ടി ഇൻവിസിബിൾ ആവും. അതൊരു മാന്ത്രിക കല്ലായിരുന്നു. പിന്നീട് കൊള്ളയടിക്കാൻ നേരം കുട്ടിയെ ഹീറോ കൂടെ കൂട്ടി. അവൾ ഇൻവിസിബിളായി അകത്ത് കയറി സാധനം അടിച്ചുകൊണ്ട് പുറത്തു വരും. പിന്നെ ഇവർക്കൊരു ടീം കൂടി ഉണ്ടായിരുന്നു. ഒരു മന്ത്രവാദി ചെക്കൻ സൈമൺ, പിന്നെ ഒരു തട്ടിപ്പുകാരൻ ഫോർച്ച്. ഇവരെ പിടിക്കാൻ വരുന്നവരെല്ലാം മന്ത്രതന്ത്രത്തിലൂടെ കീഴ്പ്പെടുത്തി നമ്മുടെ ആൾക്കാർ രക്ഷപ്പെടും. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം സൊഫീന എന്ന മന്ത്രവാദിനെ കണ്ടുമുട്ടുന്നത്. അതോടെ എല്ലാം മാറി മറിഞ്ഞു. അവൾക്ക് കൊറിന്റെ കീപ് മോഷ്ടിക്കാൻ ഞങ്ങളുടെ സഹായം വേണമായിരുന്നു. ഹീറോയ്ക്ക് ആദ്യം അതിന് സമ്മതമല്ലായിരുന്നു. എന്നാൽ ഫോർജ് അവിടെ ഒരുപാട് നിധിയുണ്ട്, എന്തിനു മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള വസ്തു വരെ അവിടെ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോ അവന്റെ ഭാര്യയെ ജീവിപ്പിക്കാൻ വേണ്ടി അതിന് തയ്യാറാക്കി. ഈ മിഷന് പോകുമ്പോൾ ഹീറോ മോളോടൊന്നും പറയില്ല. കാരണം ഒരുപക്ഷെ അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ അവൾക്ക് സങ്കടമാവാതിരിക്കാൻ. അടുത്ത സീനിൽ ആ കോട്ടയിൽ പോയി സാധനം എടുത്തപ്പോൾ തന്നെ അവിടുത്തെ ട്രാപ്പെല്ലാം ആക്ടിവേറ്റ് ആയി നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ സോഫീന അവളുടെ ശക്തി കൊണ്ട് എല്ലാവരും തടഞ്ഞു. അങ്ങനെ ഒരു മന്ത്രം ചെയ്ത് അവിടെയൊക്കെ ഫ്രീസ്
റിലീസാക്കുന്ന സമയം ഹീറോ എടുത്ത വസ്തു, സാധനങ്ങൾ, ഫോർജ് മറ്റെല്ലാം അതിന് പുറത്തേക്ക് വരും. എന്നാൽ ഹീറോയും ഹോൾഗയും അവിടെ അകപ്പെടും. അങ്ങനെയാണ് ഇവരെ ഇപ്പൊ പിടികൂടി ജയിലിൽ അടച്ചത്. ഞങ്ങൾ വേറെ തെറ്റൊന്നും ചെയ്തില്ല, വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞ് ഹീറോ സെന്റി അടിക്കുമ്പോൾ കൗൺസിലുകാർ ഇതെല്ലാം റിജക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്കും പക്ഷി മനുഷ്യൻ അവിടെ എത്തും. ഹോൾഗ ഉടനെ തന്നെ അവിടെയുള്ള പടയാളികളെ എല്ലാം അടിച്ച് പരുവാക്കി പക്ഷി മനുഷ്യനുമായി നേരെ രണ്ടുപേരും അവിടുത്തെ വിൻഡോ വഴി താഴേക്ക് എടുത്ത് ചാടും. ഹീറോ പക്ഷിയോട് പറക്കടാ പറക്കടാ താഴെ കൊണ്ട് പോടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അടിപൊളിയായി ജയിൽ ചാടി. അവിടുന്ന് കൗൺസിലുകാർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് നിന്റെ ക്ഷമ സ്വീകരിച്ചു എന്ന്. സേഫായി രണ്ടുപേരും താഴെ ലാൻഡ് ചെയ്ത് നേരെ വീട്ടിൽ വന്ന് മോളെ നോക്കുമ്പോൾ അവിടെ മോളെ കാണില്ല. അപ്പൊ അവൾ എന്തായാലും ഫോർജിന്റെ കൂടെ തന്നെ കാണുന്ന ഹീറോയ്ക്ക് മനസ്സിലാവും. പക്ഷെ ഫോർജ് അവിടെ കാണുന്ന അറിയില്ല. അടുത്ത സീനിൽ കള്ള് ഷാപ്പിൽ വന്ന് ഹീറോസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു നോട്ടീസ് കണ്ട് നോക്കുമ്പോൾ അതിൽ ഫോർജ് നെവർ വിന്റർ നഗരത്തിലെ മന്ത്രി ആയിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇവ മന്ത്രിയായെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഹീറോ എന്തായാലും ആവട്ടെ അവിടെ പോയി മോളെയും മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള വസ്തു എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയും ഹോൾഗയും യാത്ര തിരിക്കും. അടുത്ത സീനിൽ രണ്ടുപേരും നെവർ വിന്ററിലെത്തി അവിടെ ഇരിക്കുമ്പോൾ ഹീറോയുടെ മോൾ അങ്ങോട്ടേക്ക് വരും. ഹീറോ മോളെ കണ്ട സന്തോഷത്തിൽ എന്റെ സ്വത്തേ വായോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ നിൽക്കുമ്പോൾ കിര ആദ്യം ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് ഹോൾഗയാണ്. അത് കഴിഞ്ഞാണ് അവള് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് സുഖവിവരങ്ങൾ ചോദിക്കുന്ന സമയം ഹീറോ മോളോട് ക്ഷമ ചോദിക്കും. നിന്നെ ഞാൻ കൊണ്ടുപോകാത്തതിനും ഇങ്ങനെയൊക്കെ ആയതിനും. അത് സാരില്ല, എന്നെ ഫോർജ് മാമൻ നന്നായി നോക്കുന്നുണ്ടെന്ന് മോള് പറയും. അപ്പോഴേക്കും ഫോർജ് അവിടേക്ക് വരും. ഫോർജ് അങ്ങോട്ട് വന്ന ഉടനെ പഴയ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇനി 4 വർഷം ജയിലിലായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്, ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ പുറത്തു വന്നു? നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ട് അവർ വെറുതെ വിട്ടെന്ന് ഹീറോ പറയും. അതൊക്കെ പോട്ടെ, നീ എങ്ങനെ ഇത്രയും വലിയ ആളായെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഇവിടുത്തെ തലവൻ വയ്യാതിരുന്ന സമയം കയ്യിലെ പൈസ ഒക്കെ ചെലവാക്കി ഞാൻ എല്ലാവരെയും കയ്യിലെടുത്തു, അങ്ങനെ എങ്ങനെ ആയി എന്നൊക്കെ ഫോർജ് പറയും. അപ്പൊ അവിടേക്ക് ആ മന്ത്രവാദി സോഫിനെ അങ്ങോട്ട് വരും. ഇത് കണ്ട് ഹീറോ ഇവളെങ്ങനെ ഇവിടെ വന്നു, ഇവളെ നമ്മളെ ചതിച്ചെന്ന് പറയുമ്പോൾ അല്ലല്ല ഇവള് കാരണമല്ലേ ഞാൻ രക്ഷപ്പെട്ടത്, അതുകൊണ്ട് ഇപ്പൊ ഇവൾ എന്റെ പേഴ്സണൽ മാനേജറാണെന്ന് ഫോർജ് പറയും. നിങ്ങൾ എന്താ ഇപ്പൊ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഫോർജിനോട് ആ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള വസ്തു ചോദിക്കും. ഇത് കേട്ട് ഫോർജ് ഹീറോയുടെ മോളോട് കണ്ടോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, അവൻ നിനക്ക് വേണ്ടി വന്നതല്ല, ആ മരുന്നിന് വേണ്ടി വന്നതാണ്, നിന്നോട് അവന് ഒരു സ്നേഹവും ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടിയുടെ മനസ്സിൽ ഹീറോയ്ക്ക് അതിനെ വിഷം കുത്തിവെക്കും. ഹീറോ ഇത് കേട്ട് ഭയങ്കര കരച്ചില്. ഹീറോ മോളോട് അവൻ പറയുന്നൊന്നും നീ വിശ്വസിക്കരുത്, നിന്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇതിനെല്ലാം വിപരീതമായി ഫോർജ് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹീറോയുടെ മോൾ അങ്ങനെ ഹീറോനെ വിശ്വസിക്കില്ല. കൂടാതെ ഇവർ ജയിൽ ചാടിയാണെന്ന് കള്ളം പറഞ്ഞ ഒരു പോസ്റ്റർ കാണിക്കും. ഇതും കൂടി കാണുമ്പോൾ അച്ഛൻ പറ്റിക്കുവാണെന്ന് പറഞ്ഞ് കീര അവിടെ നിന്ന് പോകും. ഒറ്റ സുഹൃത്ത് ഫോർജ് ഇപ്പൊ കൂടെ നിന്ന് ഹീറോനെ ഹോൾഗയും ചതിച്ചിരിക്കുന്നു. രണ്ടുപേരും ദേഷ്യത്തിൽ ഫോർജിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതും സോഫി മന്ത്രം ചെയ്ത് രണ്ടുപേരും മണ്ണിൽ താഴ്ത്തും. മുൻപും ഹീറോനെ മനഃപൂർവ്വം ഫോർജ് കുടിക്കിയതാണെന്ന് ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലാവും. ഫോർജ് പടയാളികളെ വിളിച്ച് ഒരപ്പുറത്ത് കൊണ്ടുവന്ന് തലാങ് വെട്ടി കളഞ്ഞേക്കെന്ന് പറയും. ഇവിടെ ഫോർജ് കുട്ടിയോട് വന്ന് അവന് പണം മാത്രം മതി, ആ വസ്തു കിട്ടിയത് അവൻ ഇവിടുന്ന് പോയി, നിന്റെ ഒരു ചിന്ത അവന്റെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വിഷം കുത്തിയിറക്കിക്കൊണ്ടേയിരിക്കും. അടുത്ത സീനിൽ രണ്ടുപേരെയും കൊല്ലാനായി തുടങ്ങുമ്പോൾ ഹോൾഗ ആരെന്ന് ഇപ്പൊ കാണാം. അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്തൊരുത്തിന്റെ തല അടിച്ചു പൊട്ടിക്കും. പിന്നെ വരുന്നവനെ പോണവനെ ഒന്നും തറയിൽ തൊടിക്കില്ല, അമ്മാതിരി ഫൈറ്റ്. ഹീറോ അപ്പോഴേക്കും കയ്യിലെ കയറഴിച്ച് അവസാനത്തെ ആളുടെ തലയിൽ അവന്റെ ഗിറ്റാർ കൊണ്ട് അടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. അടുത്ത സീനിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഹീറോയിനെ കാണിക്കും. ഇനി എന്തായാലും അവർക്ക് മോൾ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരു ടീം വേണം. അങ്ങനെ ഒരു ടീം സെറ്റ് ആക്കുന്ന കാര്യം ആലോചിച്ച് നേരെ അവരുടെ കൂടെ മുൻപുണ്ടായിരുന്ന സൈമൺ ചെക്കനെ കാണാൻ പോകാമെന്ന് ഹോൾഗയോട് പറയും. അതിന് ഹോൾഗ ആ മാജിക് അറിയാത്ത മാജിക്കാരനോ, ഇല്ല ഇപ്പൊ കുറെ നാളായില്ലേ, അവൻ ഡെവലപ്പായി കാണും, എന്തായാലും വേറെ ആരുമില്ല നമ്മളെ സഹായിക്കാൻ, സോ അതുകൊണ്ട് അവനെ കണ്ടേ പറ്റൂ. അങ്ങനെ രണ്ടുപേരും സൈമനെ കാണാൻ വരും. നമുക്കിനി അവനെ ചെക്കൻ എന്ന് തന്നെ വിളിക്കാം. അവന്റെ മുഖത്തിന് ചേർന്ന ഒരു പേരല്ല സൈമൺ, അതുകൊണ്ട് ചെക്കൻ ഓക്കെ, അത് മതി. ഹീറോസ് ചെക്കൻ്റെ അടുത്തെത്തുമ്പോൾ ഇപ്പോഴും വിരലിൽ തീ കത്തിക്കുന്ന മാജിക്കും കാണിച്ച് അവ അവിടെ നിൽപ്പാണ്. ഇത് കണ്ട ഉടനെ ഹോൾഗ ഇവനൊരു മാറ്റം ഇല്ലെന്ന് പറയും. സംഭവം ചെക്കൻ്റെ മാജിക് അതല്ല, അവിടെ കാണാതിരിക്കുന്ന കാണികളുടെ സ്വർണ്ണമെല്ലാം അവരറിയാതെ അടിച്ചു മാറ്റുന്നതാണ് അവൻ കാണിക്കാൻ പോകുന്ന മാജിക്. അതിങ്ങനെ കാന്തം പോലെ ആകർഷിച്ച് എല്ലാ സ്വർണവും കൊണ്ടുപോകുന്ന സമയമാണ് അവൻ നമ്മുടെ ഹീറോസിനെ കാണുന്നത്. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോകും, അവന്റെ കൺട്രോൾ പോയി സ്വർണ്ണമെല്ലാം താഴെ വീഴും. ഈ സൗണ്ട് കേട്ട് ചെക്കൻ ആളുകളെല്ലാം കൂടി ഓടിച്ചിട്ട് അടിക്കാൻ തുടങ്ങും. അവന്റെ കയ്യിലെ ചക്രം തിരിച്ചൊരു മാജിക് ചെയ്യുന്നതും ഈ ആൾക്കാരെല്ലാം പറഞ്ഞ് ഏറിലാവും. ചെക്കനും അവിടെ നിന്ന് ഓട് പൊളിച്ച് നേരെ പുറത്തേക്ക് എടുത്ത് ചാടും. അവിടെ നിന്ന് ചാടി നേരെ വന്ന് വീഴുന്നത് ഹോൾഗയുടെ കയ്യിലാണ്. അവനെ എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. കുറെ പോയി കഴിഞ്ഞ് ഹീറോ ചെക്കനോട് എല്ലാ കാര്യവും പറയും. അവനും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടെ നിൽക്കാന്ന് പറയും. ഇനിയും നമുക്ക് ഒരാൾ വേണം, പല ജീവികളായി വേഷം മാറാൻ കഴിയുന്ന ഒരാൾ, അതിന് പറ്റിയ ഒരാളെ എനിക്കറിയാം, അവളുടെ പേര് ഡോറിക്കാണെന്ന് ചെക്കൻ പറയും. എന്നാ പിന്നെ വേഗം അവളെ പോയി കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും. അടുത്ത സീനിൽ ഒരു കാർഡ് കാണിക്കുന്നു. അവിടെ ഒരു പെണ്ണിനെ അവിടുത്തെ തലവനോട് മോശമായി സംസാരിച്ചതിന് മരത്തിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഹീറോ അവളുടെ ധൈര്യം കണ്ട് ഹോ ഇവളാണോ നീ പറഞ്ഞ ആള്, കൊള്ളാലോ. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിര പെട്ടെന്ന് ഒരു വലിയ മൂങ്ങക്കരടിയായി മാറും. അപ്പൊ ചെക്കൻ പറയുന്നത് അവളാണ് ഡോറിക്കെന്ന്.
നമുക്ക് അവളെ ഡോറ എന്ന് വിളിക്കാം. മൂങ്ങക്കരടിയായി മാറിക്കഴിഞ്ഞ് പിന്നെ പെണ്ണൊരു അടാറ് വൈറ്റാണ്. വില്ലന്മാരെല്ലാം കാലെ തൂക്കി നിലത്തടിച്ചു കൊന്നു പറന്നു വന്ന് കുതിരപ്പുറത്തിരുന്നു കെട്ടിവെച്ച പെണ്ണിനെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പോകും. ഡോറ പ്രകൃതിയുമായി ബന്ധമുള്ള ഒരു മന്ത്രവാദിയാണ്. അവൾക്ക് ഈ പ്രകൃതിയിലെ ജീവികളുടെ രൂപമല്ല നിമിഷ നേരം കൊണ്ട് തന്നെ മാറാൻ കഴിയും. അങ്ങനെ അവളെ ഫോളോ ചെയ്ത് നമ്മുടെ ആൾക്കാർ അവളുടെ അടുത്തേക്ക് വരും. നമ്മുടെ ആൾക്കാരെ കൊണ്ട് കള്ളന്മാരാന്ന് വിചാരിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ചെക്കൻ മുന്നിലേക്ക് വന്ന് ഇതെനിക്ക് അറിയാവുന്ന ആൾക്കാരാ, ഇവർക്ക് നിന്റെ സഹായം വേണമെന്ന് പറയും. നമ്മുടെ ചെക്കന് ഈ പെണ്ണിനോട് പണ്ടേ ഒരു ക്രഷ് ഉണ്ട്, പക്ഷെ അവള് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അങ്ങനെ കാര്യങ്ങളെല്ലാം ഡോറയോട് ഹീറോ പറയുമ്പോൾ തന്നെ ഫോർജിനോട് നേരത്തെ തന്നെ പകയുള്ള കൂട്ടത്തിലാണ് ഡോറ. അങ്ങനെ ഡോറയും ഹീറോയുടെ കൂടെ ചേരും. അവസാനം ഇപ്പൊ 4 പേര് ചേർന്ന ഒരു അടിപൊളി ടീമായിരിക്കുന്നു. ബുദ്ധിരാക്ഷസനായ ഹീറോ, മഹായോദ്ധാവായ ഹോൾഗ, മാന്ത്രികനായ ചെക്കൻ സൈമൺ, പല രൂപത്തിലും ആവാൻ കഴിയുന്ന നമ്മുടെ പെണ്ണ് ഡോറ. അടുത്ത സീനിൽ സോഫി ഹീറോനെ വിട്ട് കൊള്ളയടിപ്പിച്ച മാന്ത്രിക വസ്തു എടുത്ത് നോക്കുന്ന സമയം അവിടെ ഒരാൾ ഇരുട്ടിൽ മറഞ്ഞു നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇവനാണ് റെഡ് വിസാർഡിന്റെ തലവൻ സാസ്റ്റാം. ഇയാളുടെ ശിഷ്യയാണ് സോഫി. സോഫി എന്തൊക്കെയോ ചെയ്യാനുള്ള വലിയൊരു തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടിയാണ് ഫോർജിനെയും കൂടെ കൂട്ടിയിരിക്കുന്നത്. തലവൻ വന്ന് സോഫിയോട് നിന്റെ രൂപം നീ എന്നെ മറക്കണ്ടെന്ന് പറയും. അപ്പൊ തന്നെ അവൾ ഇട്ടിരുന്ന കറുത്ത വസ്ത്രം ചുമന്ന വസ്ത്രമാകും. അവളുടെ തലയിലെ തുണി മാറ്റുമ്പോൾ അവളുടെ യഥാർത്ഥ രൂപം തെളിയും. തിടുക്കം കൂട്ടരുത്, നമ്മൾ അടുത്തെത്തി കഴിഞ്ഞു, ഇനി കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ എന്ന് തലവൻ പറയുമ്പോൾ ഫോർജ് അങ്ങോട്ടേക്ക് വരും. അപ്പൊ തന്നെ തലവൻ അവിടെ നിന്ന് മാഞ്ഞു പോകും. ഫോർജ് വന്ന് നമ്മുടെ വിരുന്നുകാരെ വന്നിട്ടുണ്ട്, പണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്, നല്ലോണം ആലോചിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വശത്താക്കാൻ ഫോർജ് പറയും. അവരുടെ അടുത്ത് ചെന്ന് പണം ഈ ലോക്കറിൽ വെക്കാൻ എന്നൊക്കെ പറയുന്ന സമയം സോഫിക്ക് എന്തോ ഒരു സംശയം, ഇവിടെ ആരോ ഉണ്ടെന്ന് അവൾ പറയും. ഇതാരടാ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് സോഫി ഒരു വണ്ടിനെ ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവം നമ്മുടെ ഡോറ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വണ്ടിന്റെ രൂപത്തിൽ അവിടെ കയറി പറ്റി. സോഫി അവളെ കണ്ട് മന്ത്രം പ്രയോഗിക്കുന്നത് ഡോറ നേരെ ഒരു ചെറിയ ഹോളിലൂടെ പറന്ന് കുറെ പോകുമ്പോൾ ഒരു എലിയായി മാറും. വില്ലന്റെ ആൾക്കാർ പിന്നെ എലിയെ പിടിക്കാൻ അതിന്റെ പുറകെ ഓടും. അവിടെ നിന്നും രക്ഷപ്പെട്ട് അവൾ ഒരു പൊക്കത്ത് നിന്നെടുത്ത് ചാടുമ്പോൾ പെട്ടെന്ന് അവൾ പരുന്തായി മാറും. എന്നാലും വിടില്ല, വില്ലന്മാർ അവൾ അമ്പയും. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി പറക്കുന്ന സമയം ഒരു ഫ്ലാഗ് പരുന്തിന്റെ മുഖത്ത് ചുറ്റി കണ്ണു കാണാൻ പറ്റാതെ ഒരു പുകക്കുഴൽ വഴി താഴേക്ക് വീഴും. ഈ താഴേക്ക് വീഴുന്ന സമയം തന്നെ അവൾ ഒരു പൂച്ചയായി മാറും. ഉടനെ തന്നെ അവൾ ഒറിജിനൽ രൂപത്തിലാകും. അവിടെ നിന്ന് തലയിൽ ഒരു തുണി ഇട്ട് പുറത്തേക്ക് വരുമ്പോൾ കുറെ ഒട്ടക പക്ഷി നിൽക്കുന്നു. സോഫി അങ്ങോട്ടേക്ക് വരുന്ന കണ്ട് ഡോറ ഒട്ടക പക്ഷിയാവും. എന്നാൽ ഡോറയേക്കാൾ വലിയ മന്ത്രവാദിയാണ് സോഫി. ഡോറ ഇനി ഏത് രൂപത്തിലായാലും അത് സോഫിക്ക് അറിയാൻ കഴിയും. അത് മനസ്സിലാക്കി ഒട്ടക പക്ഷിയെ പിടിക്കാൻ പുറകെ ഓടിക്കുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ഓടി ഒരു മാനായി അവൾ അവിടെ നിന്ന് രക്ഷപ്പെടും. അടുത്ത സീനിൽ ഡോറ വന്ന് എല്ലാവരോടും അവിടെ കണ്ട കാര്യങ്ങൾ പറയും. മൗണ്ടെയിൻ കെയർ, അതിനകത്താണ് എല്ലാം ഉള്ളതെന്ന് ഡോറ പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ ചെക്കൻ മൗണ്ടെയിൻ കെയർ ആണെങ്കിലും നമ്മുടെ ഒരു പ്ലാനും അവിടെ നടക്കാൻ പോണില്ല, നിന്റെ മാജിക് വെച്ച് പറ്റില്ലെന്ന് ഹീറോ ചോദിക്കും. മാജിക് വെച്ച് എല്ലാം ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇത്. ഇനി ചിലപ്പോൾ ഹെൽം ഓഫ് ഡിസെൻഷൻ ഉണ്ടെങ്കിൽ പറ്റും. അതൊരു ഹെൽമറ്റ് ആണ്, ദുഷ്ടശക്തികളൊക്കെയും തടുക്കാൻ കഴിയുന്ന ഒരു ഹെൽമറ്റ്. അത് പണ്ടെപ്പോഴോ ഡ്രാഗനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉപയോഗിച്ചതാണ്. പക്ഷെ അന്നുണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ മരിച്ചിരിക്കുന്നു. അത് സാരല്ല, നമുക്ക് അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞു എല്ലാവരും കൂടി അവരെ അടക്കി ശവപ്പറമ്പിലേക്ക് പോകാൻ തീരുമാനിക്കും. പോകുന്ന വഴി ഹോൾഗ അവളുടെ കാമുകനെ കാണാൻ അവന്റെ അടുത്തേക്ക് വരും. ഒരു കുള്ളൻ അവന് നടക്കാൻ വേണ്ടി ഒരു ഊന്നുപടി ഹോൾഗ കൊടുത്തിട്ടുണ്ട്. അത് ഹോൾഗ കണ്ട് ഇതിപ്പോഴും ഇവിടെ ഉണ്ടല്ലേ, ഞാനിപ്പോ പുറത്തേക്കൊന്നും പോകാറില്ല, ഇത് നീ തന്നെ തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞ് കുള്ളൻ അത് ഹോൾഗയ്ക്ക് തിരിച്ചു കൊടുക്കും. സംഭവം ഹോൾഗ ജയിലിലായ സമയം കുള്ളൻ വേറെ പെണ്ണിനെയും കെട്ടി അവളുമായാണ് ഇപ്പൊ താമസം. ഹോൾഗയ്ക്ക് ഇതുകൊണ്ട് വിഷമോ ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് കൈ കൊടുത്ത് 2 പേര് യാത്ര പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ആൾക്കാർ 4 പേര് യാത്ര തിരിക്കും. അങ്ങനെ രാത്രിയായി ശവപ്പറമ്പിൽ എത്തിയിരിക്കുന്നു ഇപ്പൊ 4 പേര്. അവിടെ വന്ന ഒരു ബോഡി ഉണർത്താൻ വേണ്ടി ചെക്കൻ എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നുണ്ട്. പക്ഷെ ബോഡി എണീക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായിരിക്കും, അതായിരിക്കും ഇവർ എണീക്കാത്തെന്ന് പറഞ്ഞ് ചെക്കൻ അവരോട് പറയുമ്പോൾ പുറകുന്ന ബോഡി എണീക്കും. ഒരു ബോഡിയോട് 5 ചോദ്യമേ ചോദിക്കാൻ പറ്റുള്ളൂ. അത് ഹീറോ ആണ് ചോദിക്കുന്നത്. ഹീറോ ബോഡിയോട് പേര് ചോദിക്കും. ബോഡി പേര് പറയാം. ഇനി 4 അല്ലേ, അതിന് ബോഡി, അതെ അത് ഞാൻ അവനോട് ചോദിച്ചതാ, അതിന് ബോഡി, ഓക്കെ സോറി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് 5 ചോദ്യം അവിടെ പാഴായി. മരിച്ച ബോഡി വീണ്ടും മരിക്കും. അടുത്ത 2-3 ബോഡി തുറന്ന് യുദ്ധത്തെ പറ്റിയും ഹെൽമറ്റിനെ പറ്റിയും ചോദിക്കും. എന്നാൽ അവരെല്ലാം യുദ്ധം അവസാനിക്കുന്നതിന് മുന്നേ മരിച്ചവരാണ്. അവർക്ക് ആ ഹെൽമറ്റിനെ പറ്റി ഒന്നും അറിയില്ല. അവസാനം ഒരു ബോഡി തുറന്ന് സംസാരിക്കുമ്പോൾ അത് പറയും, ഞാൻ യുദ്ധത്തിൽ തളർന്നു കിടന്ന സമയം സാസ്റ്റാമിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരാൾ എന്റെ അടുത്തേക്ക് വന്നു. അവന്റെ പേര് സെൻഗ് യാൻഡർ എന്നാണ്. അവൻ ഹെൽമറ്റ് സൂക്ഷിക്കാൻ എന്നോട് പറഞ്ഞ ആ ഹെൽമറ്റ് വാങ്ങിക്കൊണ്ടുപോയി. അതിന് ഹീറോ, തയാനിലുള്ളവൻ ഹെൽമറ്റ് സൂക്ഷിക്കാമെന്ന് പറഞ്ഞോന്നോ, താൻ പൊട്ടനാണോ അവനെ വിശ്വസിക്കാൻ, അവനും ചതിയനാവും. ഇനിയിപ്പോ ഹെൽമറ്റ് കിട്ടാൻ വേറെ വഴി നോക്കണമെന്ന് പറയുമ്പോൾ അവൻ എനിക്കറിയാമെന്ന് ഡോറ പറയും. ചെക്കനും അവനറിയാം. ഹോൾഗയും അവൻ നല്ലൊരു പോരാളിയാണെന്ന് പറയും. പക്ഷെ ഹീറോയ്ക്ക് അവനെ വിശ്വാസമില്ല. എങ്കിലും എല്ലാവരും പറഞ്ഞ പ്രകാരം അടുത്ത സീനിൽ സെങ്കിനെ കാണാൻ വരും. അടുത്ത സീനിൽ സെങ്കിനെ കാണിക്കും. ഒരു വലിയ മീൻ അവിടുത്തെ കാരണവർ പൂച്ചയുടെ കുഞ്ഞിനെ വിഴുങ്ങും. ആ മീനിനെ എല്ലാവരും പിടിക്കുന്ന സമയം സെങ് അവിടേക്ക് വന്ന് അതിന്റെ വായ് തുറന്ന് പൂച്ചയും പുറത്തെടുത്ത് അവിടെ നിന്ന് മാസിൽ നടന്നു പോകും. ഇത് നമ്മുടെ ആൾക്കാർ കാണുന്നുണ്ട്. ഹോൾഗ ഹീറോയോട് പോയി അവനോട് സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് പറ്റില്ല, നീ പോകാൻ പറയും. അങ്ങനെ ഹോൾഗ സെങ്ങിനോട് വന്ന് എല്ലാ കാര്യം പറയുമ്പോൾ അവൻ ആദ്യം സമ്മതിക്കില്ല. അപ്പൊ ചെക്കൻ അവിടെയുള്ള തയൻ മന്ത്രവാദിയെ തകർക്കണം, അതിനിത് വേണമെന്ന് പറയുമ്പോൾ കൂടെ
വരാൻ പറയും. അപ്പോൾ ഈ സെങ്കിനും തയാൻ മന്ത്രവാദികൾക്കും എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതെന്താണെന്ന് വെച്ചാൽ റെഡ് വിസാർഡ് തലവൻ പണ്ട് ഇവരുടെ തയാൻ നാട്ടിൽ ആളുകളെ രാഷ്ട്രീയത്തിന് വിളിച്ചു കൂട്ടി. എന്നിട്ട് കൊടും മന്ത്രം ചെയ്ത് ലോകം മൊത്തം പിടിച്ചെടുക്കാൻ അവിടെ കുടിയിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ചുമന്ന പുക പോലെ പിശാചിനെ ഇറക്കി വിട്ടു. അത് ഈ ആളുകളിൽ പറ്റും തോറും അവരുടെ ആത്മാവിനെ ദഹിപ്പിച്ച് ആ ശക്തിയെല്ലാം ഇവർക്ക് കിട്ടും. അങ്ങനെ തയാൻ എന്ന രാജ്യം മുഴുവൻ അവർ കീഴടക്കി. അന്ന് അവരുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു ചെറു പയ്യനായിരുന്നു സെൻഗ്. എന്നാൽ അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് പലരെയും രക്ഷിച്ചിട്ടുള്ള ഒരു വീരൻ കൂടിയാണ്. എന്നാൽ ഇവർക്ക് ഈ തയാൻ എന്ന സ്ഥലത്ത് മാത്രമേ ഈ ദുർമന്ത്രം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന് പുറത്ത് ഇപ്പൊ ഫോർജിനെ കൂട്ടുകൂടി അവിടെ പിടിച്ചെടുക്കാൻ റെഡ് വിസാർഡ് ശ്രമിക്കുന്നത്. അവരെ തടയാൻ ആ ഹെൽമെറ്റ് ഞങ്ങൾക്ക് വേണം, അത് നീ തരണമെന്ന് പറയുമ്പോൾ അതിന് പ്രതിഫലമായി അവിടെ നടക്കുന്ന സമ്പത്തെല്ലാം ജനങ്ങൾക്ക് നീ വിതരണം ചെയ്യുമെന്ന് സത്യം ചെയ്യാൻ സെങ്ക് ഹീറോയോട് പറയും. ഹീറോ ഒരുപാട് ആലോചിച്ച് മനസ്സോടെ അവന് സത്യം ചെയ്തു കൊടുക്കും. ഹെൽമെറ്റ് എവിടെ നിന്ന് ചോദിക്കുമ്പോഴാണ് സെങ്ക് പറയുന്നത് അത് അണ്ടർ ഡാർക്കിലാണെന്ന്. അതെന്താന്ന് വെച്ചാൽ അതൊരു ഗുഹയാണ്. അവിടെ പല അപകടങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ ഹെൽമെറ്റ് കൊണ്ടുവച്ചതിന് സെങ്കിനെ ഹീറോ പ്രാകുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ഗുഹയിൽ പോകാൻ കാട്ടിലൂടെ പോകുന്ന സമയം തയാൻ രാജ്യത്തിലെ ഒരു വില്ലൻ മൊട്ട നമ്മുടെ ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. സെങ്ക് ഒരിടത്തെത്തി ഒരു കയറിൽ പിടിച്ച് അവിടെയുള്ള ഒരു കുഴിയിലെടുത്ത് ചാടും. ഇവൻ നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് എല്ലാവരും അതിലെടുത്ത് ചാടും. അവിടെ എത്തുമ്പോൾ തന്നെ വേറൊരു ലോകത്തേക്ക് പോയതുപോലെ തോന്നും. ഇവിടെ ഒരുപാട് അപകടങ്ങളുണ്ട്, നിങ്ങൾ കേട്ടതിലും അപ്പുറം. അങ്ങനെ കുറച്ച് അകത്തേക്ക് പോകുമ്പോഴാണ് റോക്നോൺ എന്ന തലയില്ലാത്ത ഒരു ജീവി വരുന്നത്. അതിന് മനുഷ്യരെ ബോധം കെടുത്തി അവരുടെ ബുദ്ധി എടുത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും കഴിവുള്ള ഒരു ജീവിയാണ്. ശബ്ദം ഉണ്ടാക്കാതെ അനങ്ങാതെ നിൽക്കാൻ സെങ്ക് പറയും. അവർ അങ്ങനെ എല്ലാവരും അനങ്ങാതെ നിൽക്കുമ്പോൾ അവരെ ഒന്നും ചെയ്യാതെ അതിലൂടെ പോകും. അത് കഴിഞ്ഞ് സെങ്ക് അവർക്ക് ഒരു ഗർത്തം കാണിച്ച് ഇതിന്റെ അങ്ങേയറ്റത്താണ് ഹെൽമെറ്റ് ഉള്ളത്. അവിടെ പോകണമെങ്കിൽ ഈ പാലം കടക്കണം. പക്ഷെ ഈ പാലം ഒരു കെണിയാണ്. ആ പാലത്തിൽ ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ അങ്ങനെയൊക്കെ ഉണ്ട്. അതിലെ ചതി സെങ്ക് പറയുന്ന സമയം ചെക്കൻ അതിലെ തെറ്റായ ഒരു കല്ലിൽ അറിയാതെ ചവിട്ടും. അപ്പൊ തന്നെ ആ പാലം മുഴുവനും തകർന്ന് തീച്ചുള വീഴും. ഇനി അപ്പുറത്ത് കിടക്കാൻ ഒരു വഴിയില്ല, ആകെ പെട്ട അവസ്ഥ. നമ്മുടെ ചെറുക്കനെയും പ്രാഗി എല്ലാവരും നിൽക്കുന്ന സമയം ഹോൾഗ എന്റെ ബാഗിൽ കയറുണ്ട്, കോടാലിയിൽ കെട്ടി എറിഞ്ഞു നോക്കാം, അവിടെ തടഞ്ഞാൽ നമുക്ക് അതിൽ പിടിച്ചു പോകാം. അങ്ങനെ ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോഴാണ് കാമുകന്റെ കയ്യിൽ നിന്നെടുത്ത ഊന്നുവടി ഹോൾഗ അവിടെ വെക്കുന്നത്. ഇത് ചെക്കൻ കണ്ട് ഞെട്ടിയെടുത്ത് അവരോട് പറയും ഇതൊരു ഹിതർ ദീതർ സ്റ്റാഫാണ്, അതായത് മാന്ത്രിക വടി. ഈ സാധനം മതി, ഇത് വെച്ച് ഇപ്പൊ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ചെക്കൻ ഒരു പോർട്ടബിൾ ഇവിടെ ഇട്ട് ഒരെണ്ണം പാലത്തിനപ്പുറം ഇട്ട് ഇതിലൂടെ പോർട്ട് ചെയ്യുന്നത് കാണിക്കും. അങ്ങനെ ചെക്കൻ ഒരു മരണമാസ് കാണിച്ച് എല്ലാവരെയും അപ്പുറത്തെത്തിക്കും. പാലത്തിനപ്പുറത്തേക്ക് വന്ന് അവിടുത്തെ ലോക്ക് അഴിച്ച് അതിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്ത് നിന്റെ ജീവൻ പോയാലും ഹെൽമെറ്റ് സംരക്ഷിക്കണമെന്ന് പറയും. ഈ സമയം തയാനിലെ മൊട്ട ടീം അങ്ങോട്ടേക്ക് വന്ന് സെങ്കുമായി ഒരു വമ്പൻ ഫൈറ്റ്. അപ്പോഴാണ് നമ്മൾ സെങ്കിന്റെ ഫൈറ്റ് കാണുന്നത്. വാള് കൊണ്ടും അല്ലാതെയൊക്കെ എല്ലാത്തിനും അടിച്ച് തരിപ്പണാക്കി അവിടെ നിന്ന് പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ ഹോൾഗ ചോദിക്കും നീ അവരെ കൊന്നില്ല, ഇനി എന്ത് പേടിക്കാൻ? അപ്പോഴാണ് അവ ഒരു കാര്യം പറയുന്നത്, ഒരിക്കൽ കൊന്നവരെ പിന്നെയും കൊല്ലാൻ കഴിയില്ല. സോ മൊട്ട ടീം വീണ്ടും നമ്മൾ ആൾക്കാരെ കൊല്ലാൻ വരുമ്പോൾ എല്ലാവരും ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഓടി ഒരിടത്ത് എത്തുമ്പോൾ കുറെ തലയോട്ടി, എല്ലുകൾ അങ്ങനെ ഒക്കെയും കാണും. ഇതെല്ലാം കണ്ടൊന്നും മനസ്സിലാവാതെ നമ്മുടെ ഹീറോസ് ഞെട്ടി നിൽക്കുമ്പോഴാണ് എന്റെ പൊന്നോ ചുമന്ന 2 കണ്ണും കാണിച്ച ഒരു സാധനം ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു വരുന്നത്. ഒരു ജിമിട്ട് ഡ്രാഗൺ. അതിന് പറക്കാനൊന്നും വയ്യ, അത്രയ്ക്കും തിന്ന് കൊഴുത്ത് തടി വെച്ച ഒരു ഡ്രാഗൺ. അത് നിരങ്ങിയാണ് വരുന്ന വഴിയിലെ മുട്ടകളെല്ലാം അത് കടിച്ച് വിഴുങ്ങുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള എല്ലാരെയും കൊല്ലാൻ വേണ്ടി അത് പുറപ്പെടും. ഹീറോസ് ഓടുന്ന വഴിയെല്ലാം ഈ ഡ്രാഗന്റെ ഫാരം കൊണ്ട് തകർന്നു പോകും. ഒരിടത്തെത്തുമ്പോൾ ഈ ഡ്രാഗൻ തീ തുപ്പി അവിടുത്തെ വഴിയെല്ലാം തകർത്ത് കളയും. ചെക്കൻ നിമിഷ നേരം കൊണ്ട് തന്നെ 2 പോർട്ടിട്ട് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പൊക്കത്തിലേക്ക് പോകും. ഈ ഡ്രാഗന് ഭയങ്കര ഫാരം കാരണം വലുതായി പറക്കാൻ പറ്റില്ല. അത് ആ പാലത്തിൽ തൂങ്ങി നിൽക്കുമ്പോൾ വെയിറ്റ് കാരണം ഹീറോയും സെങ്കും ഡ്രാഗന്റെ ഭാഗിലേക്ക് നിരങ്ങി വരും. ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് അപ്പുറത്തേക്കും ചാടിക്കടന്നു. അവസാനം ഹീറോ ഞരങ്ങ് ഡ്രാഗന്റെ വായിലടുത്തേക്ക് എത്തി ഇപ്പൊ വിഴുങ്ങുമെന്ന് വിചാരിക്കുന്ന സമയം സെങ്ക് അവന്റെ വാളുമായി പറന്നു വന്ന് ഡ്രാഗന്റെ തലയിൽ കുത്തിയിറക്കും. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഹീറോ ഒരു താങ്ക്സ് സെങ്കിന് പറയുന്നുണ്ട്. നോക്കുമ്പോൾ വീണ്ടും ഡ്രാഗൻ പുറകിൽ പണ്ടാരം ചത്തിട്ടില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർ ഒരു ചെറിയ വഴിയിലായതുകൊണ്ട് ഈ ഡ്രാഗൺ അതിനകത്തേക്ക് കയറാൻ കഴിയില്ല. എന്നാൽ ഹീറോസിനും അവിടെ നിന്ന് ഒരിടത്തും പോകാൻ കഴിയില്ല, വഴി അവിടെ തീർന്നു. ഈ ഡ്രാഗൺ അലറി വിളിച്ച് അവിടെ ഒക്കെ ഇടിച്ച് പൊട്ടിക്കുന്ന സമയം പാറ പൊട്ടി വെള്ളം വരും.